നെടുമ്പാശ്ശേരിയിൽ വിമാനം താഴ്ന്നു പറന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു. ശാന്തിനഗർ സ്വദേശി സൈമൺ KJയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഓട് വീണ് സൈമണിന്റെ തോളിന് പരിക്കേൽക്കുകയും ചെയ്തു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇതൊരു സംഭവിക്കാത്തൊരു കാര്യമാണ്. എന്താണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് അറിയാനാകുന്നത്? ഇതെപ്പോഴാണ് വിമാനം താഴ്ന്നു പറന്ന് ഈ അപകടം ഉണ്ടായത്? സ്മൃതി, ഇതൊരു അസാധാരണമായ പരാതിയാണ്. അതായത് ഈ കുടുംബത്തിന്റെ പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം, ഇന്ന് രാവിലെ 8:30 വിമാനം താഴ്ന്നു പറന്നതുകൊണ്ട് വീടിന്റെ മേൽക്കൂരയിൽ തട്ടി ഓടൊക്കെ തകർന്ന് താഴെ വീണു. അങ്ങനെ ഇദ്ദേഹത്തിന് ആ വീട്ടിലുണ്ടായിരുന്ന ആൾക്ക് പരിക്ക് പറ്റിയെന്ന പരാതിയാണ്. സിയാൽ അധികൃതർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ വസ്തുത ഏതായാലും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി ഈ ശാന്തിനഗർ സ്വദേശി സൈമൺ KJ ഉന്നയിക്കുകയാണ്. വീടിന്റെ ഓട് താഴേക്ക് വീണ് പരിക്കേറ്റു, തോളിന് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അപകട സമയത്ത് ഭാര്യയും സൈമണും വീട്ടിലുണ്ടായിരുന്നു. സൈമണും ഭാര്യയും വീട്ടിൽ, അവർ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് അല്പം ഒരു അസാധാരണമായ പരാതിയാണ്. ഏതായാലും സിയാലിന് മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടത് വീടിന് അപകടം സംഭവിച്ചു എന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണല്ലോ. ഉറപ്പായും. പക്ഷേ അത് എന്ത് കാരണം നിമിത്തമാണ് അങ്ങനെ ഒരു അപകടം? വീടിന് ഏതായാലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റെന്തെങ്കിലും വീണതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന വേണ്ടതാണ്. പക്ഷെ അവർ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആധികാരികത വൈകാതെ തന്നെ അതിൽ വ്യക്തത വരും. സിയാലിന്റെ ഒരു വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവരേതായാലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അപ്പോൾ അതൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൂടുതൽ മറ്റ് അപകടങ്ങൾക്കൊക്കെ വഴിതെളിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ കുടുംബത്തിന്റെ പരാതി വസ്തുതയുള്ളതാണോ, അതല്ലെങ്കിൽ അവരുടെ വീടിന് എന്താണ് സംഭവിച്ചത്, അങ്ങനെ അപകടം ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചൊരു വിശദമായ പരിശോധനയും വ്യക്തതയും വേണം. ഏതായാലും ഈ കുടുംബം ഇത് സംബന്ധിച്ച് പരാതി ഇപ്പോൾ സിയാൽ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അതിന്മേൽ പരിശോധന ഉണ്ടാകേണ്ടതുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വൈകാതെ ഒരു വ്യക്തത വരും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വിമാനം താഴ്ന്നു പറഞ്ഞാണ് വീടിന്റെ മേൽക്കൂര തകർന്ന് താഴെ വീണത് എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്.